കുറെ ദിവസമല്ലേ നമ്മളിങ്ങനെ ഒരുമിച്ച് പുറത്തേക്കൊക്കെ വന്നിട്ട്. അല്ലല്ല, റാമിനി എത്തിയില്ലല്ലോ. ആ വന്നു. ഹായ് റാം. ഹായ് മേമ. ഹായ് ചെറിയച്ച. ഹായ് റാം. മുത്തശ്ശ. അപ്പോ ഓഫീസിലെ എല്ലാ കാര്യവും ഓക്കെ അല്ലേ? യാ മേമ, എവറിത്തിങ് ഈസ് ഫൈൻ. എന്താടാ ലേറ്റ് ആയത്? അവനെ നോക്കാൻ അവിടെ ആരെങ്കിലും വേണ്ടേ? അതെ അതെ അതെ. ആര്യ, അശോകിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്റെ അച്ഛ, നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് സംസാരിച്ചിരിക്കുമ്പോ പാവം അവനിങ്ങോട്ട് വന്നാ അവനത് വേദനിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാ. മേമ, സത്യമാമൻ എവിടെ? അവിടെ ഇരിക്കുന്നുണ്ട് റാം. വിളിക്കണോ? വേണ്ട മേമ, ഞാൻ വിളിച്ചിട്ട് വരാം. റാം, ഞാൻ വരാൻ പറഞ്ഞിരുന്നതാ, കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. വന്നോളും. ചെറിയ ചെറുന്തര അവിടെ ഇരിക്കുന്നത്, നമ്മളെല്ലാരും ഇവിടെ ഇരിക്കുമ്പോ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. I'll get it. എന്നെയാണോ നോക്കുന്നത്? സോറി, പേടിച്ചു പോയോ? നിങ്ങളെ ഞാൻ വിളിച്ചിരുന്നു സർ. അതെയോ? അയ്യോ, സോറി സീത മാഡം, സൈലന്റ് ആയിരുന്നു. സീത മാഡം വരൂ പ്ലീസ്. ഇവിടെ ഇരിക്കല്ലേ? സർ, ബാങ്കിൽ ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ട്. ബാങ്കുകാരുടെ വാക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ വന്നോളൂ. സീത ഇരിക്കെ. മോളെ, ഈ ഗോലി ബോർഡ് എടുത്ത് കളിച്ചോണ്ടിരുന്നോ? അപ്പോഴേക്കും മുത്തശ്ശൻ വന്ന് നിന്നെ സ്കൂളിലേക്ക് ആക്കി തരും. ഞാനൊരു 5 മിനിറ്റ് കിടക്കട്ടെ മോളെ. എന്താ മുത്തശ്ശി, ക്ഷീണം തോന്നുന്നുണ്ടോ? അതെ മോളെ, എന്തോ രാവിലെ എഴുന്നേറ്റപ്പോ മുതല് വല്ലാത്തൊരു തലവേദന. മുത്തശ്ശൻ അതിന് ബാം വാങ്ങി വരാന്നും പറഞ്ഞു പോയിട്ട് ഇതുവരെ ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല മോളെ. മുത്തശ്ശി, മുത്തശ്ശിക്ക് പനിയുണ്ടോന്ന് നോക്കട്ടെ? മുത്തശ്ശി, നല്ല ചൂടുണ്ട്. എന്തൊരു ശ്രദ്ധയവക്ക്, നിന്റെ അമ്മയെ പോലെ തന്നെ. ചുമ്മാ കണ്ണടച്ച് കിടന്നോളൂ, എല്ലാം ശരിയായിക്കോളും. ശരി മോളെ, ഞാനൊന്ന് കിടക്കട്ടെ. മോള് മുത്തശ്ശൻ വരുന്നവരെ കളിച്ചോണ്ടിരിക്കെ. മുത്തശ്ശൻ വന്നിട്ട് മോള് സ്കൂളിലാക്കി തരും. ശരി മുത്തശ്ശി. ആരാത്? ഞാൻ സിഹി, SIHI, ക്യാപിറ്റൽ. എന്താ വേണ്ടേ? എന്റെ മുത്തശ്ശിക്ക് തലവേദനയാ, ബാമുണ്ടോ? ചെറുതില്ല, വലുതുള്ളൂ. എത്രയാ? 56 രൂപ. 56 രൂപയോ? പിന്നെ എത്രയാന്നോ? അത്ര വലിയ ഐസ്ക്രീമിന് 20 രൂപ, ഇത്ര ചെറിയ ബാമിന് ഇത്രയും രൂപയോ? ഞാനിത് വാങ്ങില്ല, പറ്റിക്കാണല്ലേ നീ. സീതമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. വലിയ വായിൽ വർത്താനം പറയുന്നോ? ഞങ്ങള് പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് വരുമ്പോ അയാള് വില കുറച്ച് തരുമല്ലോ. എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. പോക്കോ, നിന്റെ അമ്മയെ കാണുമ്പോ വാങ്ങിച്ചോളാം. One more please. ചെറിയച്ച. രാമ, എന്താ ചെറിയച്ച നിങ്ങൾ ഇങ്ങനെ?
ഞങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുമ്പോ നിങ്ങൾ മാത്രം ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്. വെരി ബാഡ്. രാമ, ഇത്രയ്ക്ക് നന്നായിട്ട് പുഞ്ചിരിക്കാൻ പറ്റുന്ന എന്താണെന്ന് നിനക്കറിയോ? നീ മനസ്സുകൊണ്ട് വളരെ നല്ലവനാടാ മോനെ. ചീത്ത ആളുകളെ പറഞ്ഞ് നന്നാക്കാനും ലോകത്ത് നല്ലവർ വേണം. പക്ഷേ ഈ ലോകത്ത് നല്ലവർക്കൊരു സ്ഥാനവും ഇല്ല. സാധന, റാം വിളിച്ചിട്ട് അവൻ വരുന്നില്ലെന്ന് തോന്നുന്നു. ചെല്ല്, നീ ചെന്ന് വിളിച്ചിട്ട് വാ. ഓ അങ്ങോട്ട് നോക്കടാ രാമ, നിന്റെ മേമ വരുന്നുണ്ട് നിന്നെ വിളിച്ചോണ്ട് പോവാൻ. അതെ, എല്ലാരും അവിടെ ഇരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാ ശരിയാവാ? ചെറിയച്ഛ പ്ലീസ് കൂടെ വാ. ഞാനേ വന്നോളാം. നീ ഇപ്പൊ പോടാ മോനെ, പ്ലീസ്. പോയിക്കോ. എന്റെ ഉള്ളിലെ സത്യം എന്റെ ഉള്ളിൽ തന്നെ കിടന്ന് ചത്തുപോണം. രാമ, ചേട്ടനും ചേച്ചിക്കും സംഭവിച്ചത് നിനക്ക് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോനെ. നിനക്ക് വേണ്ടി ഞാൻ നിലനിൽക്കുവടാ. ഐ വിൽ പ്രൊട്ടക്ട് യു. ചേട്ടാ, എന്തു പറ്റി? എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? റാമിന്റെ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയത്? നമ്മുടെ റാമിന് എന്താ സംഭവിക്കുക? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നീ എന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നേ? പൊയ്ക്കോളാൻ പറഞ്ഞതല്ലേ? മര്യാദയ്ക്ക് പോവാൻ നോക്ക. റിപ്പീറ്റ് പ്ലീസ്. മുത്തച്ഛ, ചെറിയച്ഛനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുതിരയെ വെള്ളത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകരുത്. നീ എത്ര വിളിച്ചിട്ട് വന്നില്ല അല്ലേ അവൻ? ആ മോളെ, നീ ഇവിടെ വന്നിരിക്കുക. അല്ലച്ചാ, നമുക്കെന്ന് അപ്പറ്റൈസേഴ്സ് ഓർഡർ ചെയ്താലോ? ചെയ്തോ മോളെ, ചെയ്തോ. ഉറപ്പായിട്ട് ഇവള് കഴിക്കാൻ വന്നൊന്നുമല്ല. എന്തായിരിക്കും ഇവളുടെ പ്ലാൻ? മുത്തശ്ശി, ഇപ്പൊ തലവേദനയ്ക്ക് കുറവ് തോന്നുന്നുണ്ടോ? എന്താ മോളി പെരട്ടുന്നേ? മാജിക് ബാം. ഇപ്പൊ മുത്തശ്ശീന്റെ തലയിൽ മാജിക് നടക്കും. എവിടെന്ന് കിട്ടിയതാ മോക്ക്? ഞാൻ തന്നെ വാങ്ങിയതാ. എന്തിനാ മോള് തനിച്ചു പോയി അതൊക്കെ വാങ്ങിയേ? ഒന്ന് അടങ്ങി കിടക്കും മുത്തശ്ശി. സിഹിമോള് പറഞ്ഞാൽ കേക്കൂലേ? പൊന്നാണ് മോളെ നീ. സത്യമായിട്ടും നിനക്ക് സിഹിന്ന് കറക്റ്റ് പേരാ അമ്മ ഇട്ടത്. നീ അടുത്തുണ്ടെങ്കി മുത്തശ്ശിയുടെ എല്ലാ വേദനയും മാഞ്ഞു പൊക്കോളും മോളെ. എന്തുകൊണ്ടെന്നാൽ സിഹിക്ക് മാജിക് അറിയാം. ഇതെന്താ ശാന്തേ, എന്തു പറ്റി? എന്താ ഈ സമയത്ത് ഇങ്ങനെ കിടക്കുന്നത്? അയ്യോ, ഒന്ന് വന്ന് നിങ്ങളോട് തലവേദനയാന്ന് പറഞ്ഞല്ലോ. എനിക്കൊരു നല്ല തലയില്ലാഞ്ഞിട്ടാ. തലവേദനയോ? തലവേദനക്കുള്ള ബാം എടുക്കട്ടെ? കർമ്മം അതിനല്ലേ നിങ്ങൾ പുറത്തേക്ക് പോയത്? നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. എന്റെ കുട്ടി തന്നെ അതൊക്കെ വാങ്ങി പുരട്ടി തന്നു. അവളുടെ കുഞ്ഞു കൈകൊണ്ട് പെരട്ടി എന്റെ തലവേദനയൊക്കെ എങ്ങോട്ടോ പോയി. മുത്തശ്ശ, വന്നു എല്ലാം മറന്നു പോകുന്നുണ്ടല്ലേ? ഇനിയും കുറച്ച് നന്നായി ചോദിക്കേ. ഞാൻ വല്ലതും ചോദിച്ചാ മോന്റെ മുത്തച്ഛന് ദേഷ്യം വരും. മുത്തശ്ശിയും കൊച്ചുമോളും ചേർന്ന് എന്താ എന്നെ കളിയാക്കാണോ? എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. നിനക്കേ ഉച്ചയ്ക്ക് ശേഷം സ്കൂളുള്ളൊന്നും എല്ലാം നല്ല ഓർമ്മയുണ്ട്. ഇറങ്ങിറങ്ങ, വേഗം പോവണം, നേരം വൈകും. ബൈ മുത്തശ്ശി, സൂക്ഷിക്കണേ. സമാധാനായിട്ട് കിടന്നോ. മോളും നന്നായി സൂക്ഷിച്ചു പോണേ. മക്കളെന്നാൽ ദൈവത്തിന് സമാ. ഞങ്ങളുടെ സീതയ്ക്ക് വലിയ ദേവതയെ തന്നെ കിട്ടിയല്ലോ. സീതാ മാഡം, എന്താ പറയേണ്ടത്? എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യേ.
എന്താണെങ്കിലും കുഴപ്പമില്ല സർ. ആണോ? 2 പ്ലേറ്റ് എന്തായാലും കുഴപ്പമില്ല. വേഗം എടുത്തോണ്ട് വാ. നോക്ക്, വെയിറ്റർ ഷോക്കായി പോയി. 2 minutes. മെനു നോക്ക്. എത്ര മണിക്ക് അവര് വരുന്നത്? ഇപ്പൊ ഓർഡർ ചെയ്താൽ തന്നെ ഇനി 10 മിനിറ്റ് കഴിഞ്ഞേ കിട്ടുള്ളൂ. അല്ല സർ, ഞാൻ ബാങ്കുകാരെ പറ്റിയാ ചോദിച്ചത്. ഓ സീതാ മാഡം, നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അവര് നമ്മളെ സഹായിക്കാൻ തയ്യാറായി വരുമ്പോ അവര് പറയുന്നതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. ഇപ്പോ സീതയ്ക്ക് എന്റെ എന്തെങ്കിലും സഹായം വേണമെന്ന് വിചാരിക്കും. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങളത് അനുസരിച്ചല്ലേ പറ്റൂ. വെറുതെ ഒരു തമാശക്ക് പറഞ്ഞാന്നേ. സീതാ മാഡം, നിങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്യേ. ഫ്രൈഡ് റൈസ്. സീതാ മാഡം, നിങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ പുറകിൽ ഹീറോയുണ്ട്. സീതാ മാഡം, ഞാൻ തന്നെയാ. ഞാൻ നോക്കിക്കോളാം. അപ്പു, നിനക്ക് എന്താണ് വേണ്ടത്? വേണ്ട മേമ, ഞാൻ ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പു, ആ ബോക്സ് ആരുടെയാണ്? ഇതെന്റെ സ്പെഷ്യൽ ഫ്രണ്ട് തന്നതാ. സർ, ഭക്ഷണം ചൂടാക്കി കൊണ്ടുവരണോ? യാ ഷുവർ, താങ്ക് യു. ഹായ് സർ. ഹായ്. അപ്പൊ ഫുഡ് കഴിക്കണം. എന്നാ കഴിച്ചാലോ? എന്ന് വെച്ചാ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച റിലേഷൻഷിപ്പ് വലുതാവുന്നാ പറയുന്നേ. ഓക്കേ. എന്ന് വെച്ചാ ബോസിനും എംപ്ലോയീസിനും ഇടയിലുള്ള റിലേഷൻ. സർ, ഞാൻ ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ചെയ്തേ പറ്റൂ. വാ. നോ നോ, ഇറ്റ്സ് ഓക്കേ. സർ, സോറി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എനിക്കൊരു സന്തോഷാന്നാ പറഞ്ഞേ. ശരി, എന്താ കൊണ്ടുവന്നത്? സർപ്രൈസ്. എന്താ ഇത്? കഴിച്ചാലല്ലേ അറിയൂ. ഐ മീൻ, കഴിച്ചു നോക്കിയാ നിങ്ങൾക്ക് മനസ്സിലാവൂന്ന്. സത്യമായിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഐ മീൻ, എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഇതെങ്ങനെ ഉണ്ടാക്കിയത്, എന്താ ഇട്ടത് ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മ സീത തായേ, എന്തൊക്കെ സാധനങ്ങൾ ചേർത്താ നീ ഇത് ഉണ്ടാക്കിയേക്കുന്നേ? നിങ്ങൾക്ക് ഞാൻ 1 മിനിറ്റ് സമയം തരും. നോക്കട്ടെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുമെന്ന്. 1 മിനിറ്റ്, ഇപ്പൊ വരാവേ. ഏയ്, എന്താ ഇത്? എത്ര നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും? ഫോൺ എടുക്ക്. ഓഫീസ് കോൾ സർ. ഹലോ സീത, ആ കാളൻ നീ എന്തൊക്കെ ചേർത്തുണ്ടാക്കിയെന്ന് ഒന്ന് വേഗം പറ. കാളനോ? ഏത് കാളന്റെ കാര്യാ? അയ്യോ, ഇന്ന് ലഞ്ച് ബോക്സ് കൊണ്ടുവന്നില്ലേ, അതെന്താന്ന്? രാജ്മാക്ക് അറിയാടി, എന്താണ്? ഓക്കെ. രാമ, എവിടെയുള്ളത്? എന്താടാ, എന്തു പറ്റി? ഓഫീസിൽ വരാൻ കഴിയില്ലടാ. വരാൻ കഴിയില്ലെന്നോ? അതാ പ്രിയയില്ലേ, ഭക്ഷണം കഴിക്കുക സാർ, ഗസ്റ്റ് ചെയ്യ് സാർ എന്നൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നു. വന്ന് രക്ഷിക്കാൻ നോക്കടാ. അനുഭവിക്കടാ മോനെ. ഈ റാം, എപ്പോഴാ നീ വരുന്നേ? ഞാൻ ഫാമിലിയുടെ ലഞ്ച് കഴിക്കാൻ വന്ന. ഓൾമോസ്റ്റ് നീ നിന്റെ ഫാമിലിയുടെ ആയിരിക്കുമല്ലോ അല്ലേ? ആ ശരി, ഞങ്ങള് ഇതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. റാം. അല്ല, മിസ്റ്റർ ആൻഡ് മിസ്സസ് ശർമ്മ, വാട്ട് എ സർപ്രൈസ്. ഹായ് ഭാർഗവി, ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക് യു. നിങ്ങളുടെ വിശേഷം? ഫൈൻ. അച്ഛാ, ഇവരുടെ പേര് അനിൽ ശർമ്മ, ഒയാസിസ് സ്റ്റീൽ കമ്പനിയുടെ MD ആണ്. ഓ, നമസ്കാരം. നമസ്കാരം. ഇവളെ പറ്റി പിന്നെ പറയണ്ട. ഞങ്ങളുടെ ലേഡീസ് ക്ലബില് ഷീ ഈസ് വെരി ആക്റ്റീവ്.
മിസ്സസ് റീന ശർമ്മ. നമസ്കാരം. എന്തൊരു സർപ്രൈസ് ആണല്ലേ ഇങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ കണ്ടുമുട്ടുന്നത്. ഞങ്ങള് ഒന്ന് ഫാമിലി ആയിട്ട് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഓ നൈസ്. Why don't you people join us? No, we don't disturb you family lunch, please. ഏയ് ഇതിലിപ്പോ എന്ത് ഡിസ്റ്റർബൻസ് ഉള്ളത്? നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. No. എന്താച്ചാ No. Oh, yes, Come on. പ്ലീസ് വരൂ വരൂ. വാ ഇരിക്കും. ഇവരറിയില്ലേ എന്റെ ഹസ്ബൻഡ് വിശ്വജിത്ത്. ഹലോ, നമസ്കാരം. ഹായ്. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഒരു കാരണവുമില്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു സഭ വിളിച്ചു കൂട്ടില്ല എന്ന്. സബാഷ് ഭാർഗവി. ഇത് ഞങ്ങളുടെയൊക്കെ മകൻ റാം. ഹലോ. ഹലോ. ഹായ്. ആൻഡ് ഷീസ് മൈ ഡോട്ടർ ടിയാര. എന്താടാ ടയറോ? ടയറല്ല മുത്തശ്ശ, ടിയാര. ടിയാര. TIARA. ടിയാര. ടി ക്യാപിറ്റൽ. ഐ മീൻ ഹായ് ടിയാര. ഹലോ. ഞങ്ങളൊന്ന് ലഞ്ച് ഓർഡർ ചെയ്യാൻ നിൽക്കുമായിരുന്നു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? Anything will do. അച്ഛനെന്തായിരുന്നു പറയണ്ടേ? സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും പറ മോളെ. അപ്പോ നിനക്കെന്താ വേണ്ടത്? വേണ്ട മേമ, ഞാൻ ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. സാർ, അവർ ഔട്ട്സൈഡ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. മിണ്ടാതിരിക്കണം. അവരെങ്ങനെ കേട്ട് കഴിഞ്ഞാലേ ഈ ഹോട്ടൽ തന്നെ വാങ്ങിക്കളയും. വേറെ സർവീസ് വല്ലതും വേണമെന്ന് ചോദിക്കേ. ഓക്കെ സർ, ചെല്ല. അപ്പോ എന്താ ഇത്, ഒരു കുട്ടിക്കളി? ഇവിടെ വന്ന് ബോക്സിലുള്ളത് കഴിക്കാന്ന് വെച്ചാല് ആ ബോക്സ് ആരുടെയായിരുന്നു? ഇതെന്റെ സ്പെഷ്യൽ ഫ്രണ്ട് തന്നതാ. നിങ്ങളെല്ലാരും ഓർഡർ ചെയ്തോളൂ. എന്ത് കഴിച്ചു എന്നതിനേക്കാൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ സന്തോഷം. സ്പെഷ്യൽ ഫ്രണ്ടോ? മുത്തശ്ശ. ഓ, സ്പെഷ്യൽ ഫ്രണ്ടോ? അതാരാ? സർ, ഏതെങ്കിലും ഫുഡ് ചൂടാക്കി കൊണ്ടുവരണോ? യാ ഷോ, പ്ലീസ്. താങ്ക് യു. അങ്ങോട്ട് നോക്ക്. ഔട്ട്സൈഡ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പിടിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. എവിടെ എങ്ങനെ വരണമെന്ന് ബേസിക് സെൻസ് ഇല്ല നമ്മുടെ ആളുകൾക്ക്. ടിയാര ഇപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ മാസ്റ്റേഴ്സ് കഴിഞ്ഞതുള്ള ആന്റി. അവൾക്ക് ബിസിനസ്സിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അവളുടെ ഡാഡി കല്യാണം നടത്തണമെന്നാ പറയുന്നത്. ചെറുക്കനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇപ്പൊ തുടങ്ങും മാച്ച്. ഓ വാവ്, ഇവിടെയോ അതേ കഥ തന്നെയാ. ഞങ്ങളുടെ റാമിന് ഞങ്ങളിപ്പോ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക. That's good. ആക്ച്വലി സ്റ്റാർട്ടപ്പ് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ പിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഫസ്റ്റ് ബോളിൽ തന്നെ സിക്സറോ? ഓ നൈസ്. പ്ലീസ് ചെയ്തോളൂ. വി ആർ ലുക്കിംഗ് ഫോർ ഇൻവെസ്റ്റ് ആൻഡ് കൊളാബറേറ്റ് വിത്ത് ന്യൂ ടീംസ്. താങ്ക്സ്. അപ്പോ എന്താ ഇത്? ലഞ്ച് ടൈമിൽ നിനക്ക് ബിസിനസിന്റെ കാര്യം തന്നെയാണോ സംസാരിക്കാനുള്ളത്? വിട്ടാൽ ബിസിനസ് മീറ്റിംഗ് ഇവിടെ തന്നെ തുടങ്ങുമെന്ന് തോന്നുന്നല്ലോ. അതൊക്കെ പിന്നെ സംസാരിച്ചോളൂ. ടിയാര, നിന്നെ കുറിച്ച് പറ. ഐ എം വെരി സിമ്പിൾ ആന്റി. സ്വന്തമായി ബിസിനസ് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഫ്രം ദ സ്ക്രാച്ച്, അച്ഛന്റെ സഹായം ഇല്ലാതെ എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. ബുദ്ധിമുട്ടൊന്നുമില്ലേ? കുറച്ച് കഷ്ടമാണ്, ബട്ട് ഐ ക്യാൻ മാനേജ്. ഞാൻ എന്റെ സ്വന്തം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 1 small BHK മതിയല്ലോ. എന്താ മോളെ, നമ്മുടെ രാമൻ പറയുന്ന പോലെ പറയുന്നല്ലോ. അവൾ ചെറിയ പ്രായം മുതലേ ഇങ്ങനെ തന്നെയാ. ഷീ ലവ് സിമ്പിൾ ലൈഫ്. രാമ ഓടിക്കോ. നിന്നെ എല്ലാ സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യും. ഫസ്റ്റ് ഇവിടുന്ന് തന്നെ ഓടിക്കോ. വാവ്, ഞങ്ങളുടെ റാമും 1 BHK താമസിക്കുന്നതാ സന്തോഷം എന്നാ പറയുന്നത് അല്ലേ അപ്പോ? Perfect. നോ മേമ, അന്നങ്ങനെ പറഞ്ഞെന്നുള്ളത് സത്യമാ. പക്ഷേ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പൊ എന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. നല്ല ഒന്നാന്തരം റിവേഴ്സിങ്.
മുത്തശ്ശൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനി വിട്ട് ഞാൻ പോയി പുതിയ ഒരെണ്ണം തുടങ്ങിയാൽ അതും പാതി ഇതും പാതി ഒരർത്ഥമില്ലതായി പോവില്ലേ മേമ്മ? സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നത് ഗ്രേറ്റ് ആണ്. പക്ഷേ മുത്തശ്ശൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ കമ്പനി ഇനി ഉയർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എനിക്കിപ്പോ ഗ്രേറ്റ്. സീത മാഡം, എന്തു പറ്റി? അല്ല, ആ സ്മെല്ല് എന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ അതേ സ്മെല്ലായിരുന്നു. ഇയാളുടെ മുഖം ഇതുവരെ ഡള്ളായിരുന്നു. ആ സ്മെല്ല് വന്നപ്പോ തൊട്ട് നിങ്ങളുടെ മുഖം ബ്രൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങളത് കഴിച്ചേ പറ്റൂ. ഇല്ല സർ, വേണ്ട. വെയിറ്റർ, സർ, ആ ടേബിളിൽ എന്തോന്ന് സെർവ് ചെയ്തില്ലേ, അതൊരു പ്ലേറ്റ് കൊണ്ടുപോവാ. സോറി സർ, അത് സെർവ് ചെയ്യാൻ പറ്റില്ല. വാട്ട് യു മീൻ? സർ, അവരത് പേഴ്സണലായിട്ട് ചെയ്തതാ. ഞാനും പേഴ്സണലായിട്ട് തന്നെ ചോദിച്ചത്. ഐ വിൽ പേ ഫോർ യു. അല്ല സർ, അവരത്. സർ, അത് കുഴപ്പമില്ല. സീത മാഡം, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ? സാർ എന്തു പറ്റിയ സാർ? ഞാൻ ചോദിച്ചതില്ലെന്ന് പറഞ്ഞു. അവരെ പോലെ തന്നെ ഞാനും കസ്റ്റമറാ. ആ ടേബിളിൽ എന്താണ് കൊടുത്തത്, ഇവിടെയും അത് തന്നെ വേണം. അവര് മനസ്സ് വെച്ചാ ഈ ഹോട്ടൽ തന്നെ അവര് പർച്ചേസ് ചെയ്യും സാർ. അത് നിങ്ങൾക്ക് പറ്റുമോ? ഹലോ, കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? യു ആർ ടോക്കിംഗ് ടു എ ഫേമസ് ലോയർ. ഞാൻ ആരാണെന്നാ കരുതിയത്? ആർ പി എന്ന് കേട്ടാ ഹൈക്കോർട്ട് വരെ വിറയ്ക്കും.